ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രസ്മലായി കേക്കാണ്. ഒരുപാട് എനിക്ക് റിക്വസ്റ്റ് ഉള്ള ഒരു കേക്ക് റെസിപ്പി ആയിരുന്നു. ഇന്നലെയും എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ചെയ്തൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. പാല് തണുപ്പില്ലാത്ത പാല് തന്നെ എടുക്കണം. തണുപ്പുള്ള പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാവാൻ പാടില്ല, തണുപ്പ് മാറാനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള പാലെടുത്തിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് പഞ്ചസാര എല്ലാം കൂടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരു റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താലേ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ യോജിച്ച് കിട്ടത്തുള്ളൂ. നന്നായിട്ട് യോജിച്ച ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദ നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഇത്രയും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് അരിച്ച് ഇട്ട് കൊടുക്കാം. അരിച്ചിട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഓവർ മിക്സിങ് പാടില്ല. അതായത് മിക്സ് ചെയ്തിട്ടും വീണ്ടും മിക്സ് ചെയ്യുന്നതിനാണ് ഓവർ മിക്സിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ ജസ്റ്റ് നന്നായിട്ട് യോജിച്ചു എന്ന് കണ്ടാൽ നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ചു. ഇനിയും നിങ്ങൾ മിക്സ് ചെയ്യുന്നതിനാണ് ഓവർ മിക്സിങ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓവനിലാണെങ്കിൽ ഒരു 160 ഡിഗ്രിയിൽ ഒരു 40 അല്ലെങ്കിൽ ഒരു 45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാതാണെങ്കിൽ പ്രഷർ കുക്കറിലോ ഇഡലി സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള സോസ് പാനിലോ എന്തിൽ വേണമെങ്കിലും വെച്ച് ബേക്ക് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഈ ഒരു സോസ് പാനിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. ഞാൻ കേക്ക് ബേക്ക് ആയതിന് ശേഷം കേക്ക് കംപ്ലീറ്റ് ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2ആയിട്ട്. പിന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ നോർമലായിട്ട് സാധാരണ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് യെല്ലോ കളർ ചേർത്തിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിൽ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ടു. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോ കാണാം. അതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു വീഡിയോ അത് ഓൺ ആയില്ലായിരുന്നു ക്യാമറ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അതിൽ കുറച്ച് ബീറ്റ് ചെയ്ത ശേഷം ഒന്നെങ്കിൽ ജെൽ കളറോ അല്ലെങ്കിൽ പൗഡർ കളറോ ചേർത്തൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, വിപ്പിംഗ് ക്രീം അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഒരു ക്ലിപ്പ് നഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നമ്മൾ ഇത് നനച്ച് കൊടുക്കുന്നത് പാല് വെച്ചിട്ടാണ്. പാലിൽ നിങ്ങൾ കുറച്ച് ഏലക്ക ചേർക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാലും കുറച്ച് ഏലക്ക പൊടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മൾ കേക്കിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ കേക്കിലും ഞാൻ ഒഴിച്ചിട്ടാണ് വിപ്പിംഗ് ക്രീമും പിന്നെ അതിൻ്റെ മുകളിൽ പിസ്തയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും നമ്മൾ ആ പാല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ പിസ്ത വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു. ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പുറത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു. അത് പിസ്തയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ ഇത് പിസ്ത വെക്കുന്നത്. ഏറ്റവും അടിയിൽ വെക്കേണ്ട ആവശ്യമില്ല, സെൻറ്ററിൽ വെക്കാം. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ്
ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇതിനൊക്കെ നല്ലത് കൈവച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സെൻറ്ററിലായിട്ട് ഏകദേശമൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർ നോസിൽ 21 സ്റ്റാർ നോസിലാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ബാക്കി കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് പിസ്ത കൂടി ഇട്ടു കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരണം. കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അല്പം യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നേരത്തെ തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ട് വരും. ആ ഒരു വെള്ളം പോലുള്ളത് മാറി നല്ല കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയിട്ട് മാത്രമേ നിങ്ങളിതിൽ പഞ്ചസാര പൊടിച്ചത് ചേർക്കാവൂ. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. കയ്യിൽ കുറച്ച് ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഇതിലൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇനി കയ്യിൽ കുറച്ചുകൂടി ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ താഴെ കൂടിയിട്ട് കുറച്ച് നെയ്യ് തേച്ചു, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 10-11 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത ഓരോ പീസും നമുക്കിതുപോലെ നല്ലൊരു ബോളാക്കിയിട്ട് എടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഓരോ ബോൾസും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ സിമ്പിളല്ലേ, ഒരുപാട് പാടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നമ്മുടെ സുമീസ് വ്ളോഗ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിൽ ഞാൻ കേക്ക് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കേക്കിൻ്റെ വീഡിയോസൊക്കെ സുമീസ് വ്ളോഗിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട.